അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. ഈ പെൺകുട്ടി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ലൈസോളോ എന്നങ്ങോട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ്. അതെടുത്ത് കുടിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ച് വെപ്രളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ഇത് മരിച്ചു പോകുന്നുള്ള ഒരു ധാരണയിൽ ഇതിൻ്റെ മൊഴി എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു. എന്നിട്ട് അപ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി, പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി, വളരെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു, അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു, ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി. അവസാനം ഇതിന് ആദ്യം ഒരു തവണ അങ്ങ് പോയി ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. പിന്നെ നിവൃത്തിയില്ല, അതിന് വേറെ മാർഗമില്ല. ഇതിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും. ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ ഇയാളങ്ങ് പോയാൽ പോരെ. ഇതിനെ തന്നെ കെട്ടി വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകെ അടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ പെണ്ണുങ്ങളെ കിട്ടത്തില്ല അയാൾക്ക്. അവസാനം നിവർത്തിയില്ല, ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോരായി. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർത്തമാനമായി. താങ്കൾ പറഞ്ഞ കാര്യം ഈ ശാരീരികമായിട്ട് മർദ്ദനം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ജഡ്ജി പക്ഷെ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതെല്ലാം കള്ളത്തരം പറഞ്ഞത് എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുൻപും വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന്, അതായത് ഇതിനു മുൻപ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുത് എന്നതിന്റെ നിർവചനത്തിൽ പെടുന്നതാണല്ലോ. പക്ഷെ ഇതിനു മുൻപും വധശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ്. ജഡ്ജ്മെന്റിൽ തന്നെ അങ്ങനെ പറയുന്നുമുണ്ട്. ഇതിനു മുൻപ് ജ്യൂസിൽ കലക്കി കൊടുത്തിരുന്നു ഇതേ രീതിയിൽ തന്നെ കൊല നടത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു ആലോചിച്ചുറച്ച് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് കോടതി എത്തുകയാണ്. അതുപോലെ തന്നെ പ്രായത്തിന്റെ ആനുകൂല്യത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഈ പ്രതിയെ മാത്രം കണ്ടാൽ പോരാ എന്നുള്ള നിരീക്ഷണമാണ് അവിടെ കോടതി നടത്തിയത്. ഇതെല്ലാമാണ് ഈ വധശിക്ഷയിലേക്ക് ചെന്ന് എത്തിക്കുന്നതിന് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വിധിപ്പകർപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. 40 പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി. ഇതിൻ്റെ ഇമ്മച്വർ മൈൻഡ്, ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണം പഞ്ചപാവം. 22 വയസ്സായ ഒരു കുട്ടിക്ക് ലോകപരിചയമൊന്നുമില്ല, പഠിക്കാൻ പിടിക്കുകയാണ്. അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 90% മാർക്കോടുകൂടി PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് MA പാസ്സായ കുട്ടിയാണ്. അപ്പൊ അതേ അറിയുള്ളൂ. അതിന് ലോകപരിചയമൊന്നും ഉള്ളതല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഒരുത്തന് വിഷം ഒഴിച്ചു കൊടുക്കും. കാരണം ഇത് മൈൻഡ് അങ്ങനെയാണ്. ഒരു കൊലപാതകം നടത്തുന്നതിന് മടിയില്ല. അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത്. അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൂടാ എന്നില്ല എന്ന്, അതായത് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് കോടതിയുടെ ആ നിരീക്ഷണം വന്നിരിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ്. ഇതാണ് കാര്യം. അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇമ്മച്യൂർ മൈൻഡിന്റെ ഒരു ക്രൈമാണത്. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? കാരണം ഇത് നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശമൊന്നും അതിനില്ല. അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു. പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ? ഇല്ല. അതിനറിയില്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത്. ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല. ഒരു ഇമ്മച്യൂർ മൈൻഡിന്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട്. കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ ജസ്റ്റിസ് കെമാൽ പാഷ? താങ്കൾ ന്യായീകരിക്കുന്ന രീതിയിലാണോ? അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? ജീവപര്യന്തം തടവ് വേണോ അതോ വധശിക്ഷ വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരിക്കലും ഒരു റെയറസ്റ്റ് എമംഗ് റെയർ ആവത്തില്ല. ഞാനാണെങ്കിൽ ഇത് കൊടുക്കുകയില്ല ഡെത്ത് പെനാൽറ്റി ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാൻ ഒരുപാട് കേസ് കൊടുത്തുള്ളവനാണ്. പക്ഷെ ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല. നിഷാ നജുമുദ്ദീൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? നെയ്യാറ്റിൻകരയിലെ ഈ കേസിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ഡെത്ത് പെനാൽറ്റിയെ കുറിച്ച്? ഇവിടെ നമ്മുടെ കമൽ സർ ഇമ്മച്യൂരിറ്റി ഓഫ് മൈൻഡ് ഹസ് ലെഡ് ടു എ ക്രൈം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ഇമ്മച്യൂരിറ്റി എന്ന് പറയുമ്പോൾ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും കുങ്കുമം തൊടാനും വീഡിയോ എടുക്കാനും ആളെ വിളിച്ചു വരുത്താനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മയ്ക്ക് ഇമ്മച്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. അല്ല,
അത് പിന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു, പഠിച്ചു. ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തൊരു സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമ്മച്യൂരിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ? ബാക്കി എല്ലാ കാര്യത്തിലും മെച്ചൂരിറ്റി ഉണ്ട്. ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്യൂരിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞതിന് ശേഷം അതും വളരെ ഇവിടെ വന്നിട്ട് അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു വ്യക്തി അല്ല അവൾ കൊല ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ബ്രില്യന്റ് ക്രൈം, ബ്രില്യന്റ് എക്സിക്യൂഷൻ ഓഫ് എ ക്രൈം ആൻഡ് ദാറ്റ് ടു വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വെടിവെച്ച് കൊല്ലണം അതിനെ. ആ ഒരു കുട്ടിയെ കോൺട്രോൾ ചെയ്തു, എന്നെ കോൺട്രോൾ ചെയ്തു, എന്റെ വീഡിയോസ് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നൊക്കെ തന്നെ ഇവിടെ കമാൽ പാഷ സാർ പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടായോ, സ്ഥലകാല ബോധം ഇല്ലാത്തൊരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ പോലീസിൽ പരാതിപ്പെടാം, തന്റെ വീട്ടുകാരെ അറിയിക്കാം. അപ്പൊ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അവനെതിരെ ഒരു പരാതി കൊടുക്കുന്ന അത്ര നേരമൊന്നും എടുക്കത്തില്ല. കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല? ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ കുലത്തിന് തന്നെ ഒരു കളങ്കപ്പെട്ട ഒരാളാണ്. ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ തനിക്ക് ഒരു ഇമോഷനും ഇല്ലാതെ ഈ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സെന്റൻസ് അല്ലെങ്കിൽ ഇംപ്രസ്മെന്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, 38 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രതയാവും, ഞാൻ ഫ്രീ ആവുമല്ലോ എന്ന് പറയാൻ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു സ്ത്രീയാണ്. വെറും പറയാം. അപ്പോൾ എന്തുമാത്രം മനക്കട്ടിയും എന്തുമാത്രം ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഓർ ഗിൽറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്ക് തണ്ടാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തൂക്ക് കയറി പോയതിൽ ഒരു തെറ്റും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നത് 100% ഞാൻ യോജിക്കുന്നു. കാര്യം ഇവിടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുറായ ഒരു മൈൻഡ് നമുക്ക് കാണാൻ പാടില്ല. ഇങ്ങനെ ക്രൈംസിനെ എൻകറേജ് ചെയ്യുമ്പോൾ അവിടെ ജെൻഡർ ഇല്ല. ഞാനൊരു സ്ത്രീയാണ്, നാളെ ഞാൻ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വേറൊരാൾ കുറ്റം ചെയ്താലും കുറ്റം കുറ്റമാണ്. അവിടെ ആണോ പെണ്ണോ എന്നില്ല, കുറ്റം കുറ്റം തന്നെയാണ്. ഇവൻ ശരിയല്ല, അവനല്ല ശരിയല്ലാത്തത്, നീ അതിന് വന്നിട്ട് ഗ്രീഷ്മയ്ക്ക് അത് കിട്ടാൻ പാടില്ല എന്ന ലെവലിൽ ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കത്തില്ല. ബിക്കോസ് സീ ദർ ഇസ് സംതിങ് ടു ബി അണ്ടർസ്റ്റുഡ്. നമ്മളാരും പൊട്ടന്മാരും മട്ടന്മാരും ഒന്നും അല്ലല്ലോ. ഒരു മര്യാദ വേണം. കെമാൽ പാഷ, താങ്കളുടെ ഒരു മൈൻഡിൽ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം പറ. ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ഒരു പ്രത്യേക കോർണറിലേക്ക് തള്ളിക്കൊണ്ടുപോയി, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അത് എന്തുകൊണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അന്നേരം ഇയാൾ ഈ വീഡിയോ എടുത്ത് പുറത്തിടും. ഈ കുട്ടിക്ക് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമോ? വലിയ പ്രശ്നമുണ്ടതിന്. നമ്മൾ അതും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു കേസ് ഒരിക്കലും റെയറസ്റ്റ് എമംഗ് റെയറുമില്ല. ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, നോക്കണം. ആ നോക്കാനുള്ളതൊക്കെ ഇതിൽ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് തോന്നും, ആളുകൾ ഇമ്പൾസീവായിട്ട് അങ്ങ് പ്രതികരിക്കും. അവൾക്കിത് തന്നെ കിട്ടണം. അതെന്താ കാര്യം? അവൾ അത് നമ്മൾ നോക്കണം. ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? അയ്യന്റെ മോനെ, എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു. ഒരുത്തൻ പാറ്റനായി പോയി തോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു പെൺകുട്ടിയെ വെടിവെച്ച് കൊന്നു. നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജിൽ. അതേപോലെ വേറൊരുത്തൻ കയറി വെട്ടിക്കൊന്നു. ഇതെന്താ? അവന് പ്രേമിക്കും, പക്ഷെ പെണ്ണിന് വേണ്ട, സമ്മതിക്കത്തില്ല, വിടത്തില്ല, പുറകെ നടന്ന് കൊല്ലും. ഇവർ തന്നെ ഇതിപ്പോൾ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയേനെ, ജീവിതം തകർത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിഫൻസ് തീർക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇത് ഈ പരസ്യമായിട്ട് കോടതിയിൽ ലഭിച്ച പെൺകുട്ടി അവഹേളിച്ചായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെ ക്രിമിനൽ കേസ് ശിക്ഷിച്ചു, അത് ശരിയാണ്. കൊലക്കേസ് ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിലും വലിയൊരു ശിക്ഷ അതിന് കൊടുക്കാനില്ല. ഇനി അതിന്റെ പുറത്ത് ബാക്കി നമ്മളതിന്റെ ക്യാരക്ടർ അസാസിനേഷൻ ഇതൊക്കെ ജഡ്ജ്മെന്റിൽ എഴുതി വെക്കാൻ പാടുള്ള കാര്യമാണോ? ഒരു ജഡ്ജി ഒരിക്കലും ഈ വാദിയുടെ ഷൂസിനകത്തേക്ക് കയറാൻ പാടില്ല. അതിന്റെ കാര്യമില്ല. കാരണം നമ്മുടെ സ്വന്തം കേസല്ല നടക്കുന്ന, വേറെ ആളുകളുടെ കേസാണ്. നിഷ, ഇവിടെ കെമാൽ പാഷ സാർ പറഞ്ഞ ഒരു കാര്യം, ഒരു പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിധി വന്നത് എന്നാണ്. എനിക്കത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അദ്ദേഹത്തെ പോലെയുള്ള ഒരു നിയമജ്ഞൻ ആ രീതിയിൽ സംസാരിച്ചതിനോട് എനിക്ക് എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ നിലപാട്? പിന്നെ ഞാനൊരു സ്ത്രീയാണ്. ഇവിടെ പെണ്ണോ ആണോ എന്നല്ല, ഒരു ക്രൈം എന്ന് പറയുമ്പോൾ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞു. ഇക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ രണ്ട് ജെൻഡേഴ്സിനെയും വന്ന് ഒരുപോലെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ വളർത്തിവിടുകയും ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ക്രൈം എന്ന് വരുമ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതിന്റെ ശിക്ഷ കുറച്ച് കുറയണം, ആൺകുട്ടി ആണെങ്കിൽ കൂടണം എന്ന് പറയുന്ന ഒരു വാദം അട്ടർ നോൺസെൻസ് ആൻഡ് റബിഷ് ആൻഡ് ഫൂളിഷ്നെസ് ആണ്. ഷാരൻ എന്ന് പറഞ്ഞ പയ്യനെ
കൊല്ലണം എന്ന് വളരെ ദൃഢമായി ഉറപ്പിച്ച് നിശ്ചയിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ആ കൊലപാതകം വളരെ നാച്ചുറൽ ഒരു സ്ലോ പോയിസണിംഗ് തരത്തിലാകണമെന്ന് ഉറച്ചു തന്നെ ചെയ്തൊരു കാര്യമാണ്. 1% പോലും കുറ്റബോധം ഇല്ല ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എന്ന് പറയാം. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇപ്പൊ ഗ്രീഷ്മ ഇമ്മച്ചുവർ ആണ്, ഗ്രീഷ്മയ്ക്ക് ബുദ്ധിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് അറിയാണ്ട് ചെയ്തു പോയതാന്നൊക്കെ ഇവിടെ കുറെ വാദങ്ങൾ വന്നല്ലോ. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ ചെയ്യുമ്പോ എന്ത് തോന്നിവാസം കാണിച്ചിട്ടും തനിക്ക് ബുദ്ധിയില്ലായിരുന്നു, തനിക്ക് ഇമ്മച്ചുവറായിരുന്നു, 23-21 വയസ്സ് ഇമ്മച്ചുവർ എന്ന് പറയുന്നല്ലോ. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം അനുസരിച്ച് 21 years old എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൽട്ട് തന്നെയാണ്. അത് കുട്ടി എന്നല്ല അതിന്റെ അർത്ഥം. എന്താ ഉറക്കം വരുന്നു? ഗ്രീഷ്മ ഇമ്മച്ചുവർ അല്ലെങ്കിൽ കുട്ടിയായിരുന്നെങ്കിൽ അവളുടെ വയസ്സ് 14 വയസ്സിൽ താഴെ ആയിരിക്കണം, ജുവനയിലായിരുന്നു പിടിച്ചിടേണ്ടത്. 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടി അല്ലല്ലോ ഗ്രീഷ്മ, 20 വയസ്സിന് മേലുള്ള ഒരു കുട്ടി തന്നെയാണല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും അവൾ ചെയ്തത് ഇമ്മച്ചുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെന്ന്? സജിൻ, എന്താണ് ഈ വിധി വന്നതിന് ശേഷം തോന്നിയത്? നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയായിരുന്നോ? ഒരുപാട് സംതൃപ്തരാണ്. പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു, പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോ സംസാരിക്കുന്നത്. ആ പുള്ളി പറഞ്ഞത് തികച്ചും ഞാൻ തള്ളിക്കളയാണ്. കാരണം ഈ കേസിലുടനീളം നടന്ന ഞങ്ങൾക്ക് മനസ്സിലായി ഗ്രീഷ്മ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനല്ല, അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ്. കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിന്റെ വാക്കുകളൊന്നും എനിക്ക് ഇനി കേൾക്കാൻ താല്പര്യമില്ല. താങ്ക് യു. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.